ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓശാന ഞായർ. ഏറെ നാളത്തെ ആത്മീയ ഒരുക്കത്തിനും ഉപവാസത്തിനു ശേഷം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന സുപ്രധാനമായ ദിവസമാണ് ഇന്ന്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാം സൺഡേ? ഓശാന ഞായർ യേശുക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ജനക്കൂട്ടം ഒലിവ് ചില്ലകൾ വീശി അവനെ രാജാവായി സ്വീകരിച്ചു. ഈ സംഭവം പ്രവചനങ്ങളിലൂടെ പൂർത്തിയാകാനിരുന്ന സമാധാനത്തിൻ്റെ രാജാവായ മിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതായിരുന്നു. യേശു ഒരു കഴുതപ്പുറത്താണ് വന്നത്. അത് യേശുവിൻ്റെ രാജകീയമായ എളിമയെ കാണിക്കുന്നു. എന്നാൽ ജൈവിളികളും ആർപ്പുവിളികളും നിറഞ്ഞ ഓശാന ഞായർ ദുഃഖവെള്ളിയാഴ്ചയിലേക്കും ഉയിർപ്പ് ഞായറാഴ്ചയിലേക്കും നമ്മെ നയിക്കുന്നു. ഓശാന പാടി എതിരേറ്റ രാജകീയമായ ഞായറാഴ്ചയ്ക്ക് ശേഷം പൂർത്തിയാകാനിരുന്ന യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് നമുക്ക് രക്ഷ നൽകുന്നത് എന്ന സത്യം ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓശാന ഞായർ നമുക്ക് യേശുവിൻ്റെ രാജത്വത്തെക്കുറിച്ചും യേശുവിൻ്റെ വലിയ എളിമയെക്കുറിച്ചും ആഴത്തിൽ ഓർക്കാനുള്ള ഒരു സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനം ശ്രവിക്കാം. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. സങ്കീർത്തനങ്ങൾ 139, 23, 24 വാക്യങ്ങൾ.